ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മക്രോണി ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. ചിപ്സും മിച്ചറൊക്കെ മാറി നിൽക്കൂട്ടത്തിൻ്റെ മുമ്പിൽ അത്രയ്ക്കും ടേസ്റ്റാണ്. കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. മക്രോണി ഇനി നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് മതി. അപ്പോഴേക്കും മക്രോണി വെന്ത് കിട്ടും. പിന്നെ നല്ല പോലെ വെന്തുടയുന്നത് വരെ കുക്ക് ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ മക്രോണിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിൽ നിന്ന് മക്രോണി ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ മക്രോണി നല്ലപോലെ വേവിച്ചതിന് ശേഷമാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മക്രോണി ഇതിൽ നിന്നൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ മക്രോണി ഊറ്റിയെടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് കംപ്ലീറ്റ് വാർത്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ടൊരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ചാട്ട് മസാല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ വെള്ളം വാലാൻ വെച്ചിട്ടുള്ള മക്രോണിയിലെ വെള്ളം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ മിക്സിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് മൈദയാണ്. മൈദ ചേർക്കുന്നത് ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം നമ്മൾ മക്രോണി വേവിച്ചപ്പോൾ ഈ മക്രോണിയിൽ ഒരു നനവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനും നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. അപ്പോൾ മൈദ എല്ലാ ഭാഗത്തും എത്തിക്കോളും. പിന്നെ നമ്മൾ ആൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഉപ്പൊന്നും ചേർക്കണ്ട. അപ്പോൾ മക്രോണി ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ തിളപ്പിക്കണം കേട്ടോ. ഇനി ഇത് ഓയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ഇത് ഓയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇളക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോട്ടിങ്ങൊക്കെ ഇളകിപ്പോവും. ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് മാത്രം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഫ്രൈ ചെയ്യുക. നല്ലൊരു കളറാവുമ്പോൾ പിന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം. അപ്പോൾ മക്രോണിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടോട് കൂടി തന്നെ നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയും ചാട്ട് മസാലയും ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കണം. ചൂടോട് കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മക്രോണിയുടെ ചൂടോടിൽ തന്നെ മുളക് പൊടിയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി കിട്ടും. എന്നിട്ട് ഇതുപോലെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മക്രോണി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇട്ടത്. നല്ല ടേസ്റ്റാണ്. പിന്നെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കുറയ്ക്കാൻ ഇനി ഇതുപോലെ വീട്ടിൽ തന്നെ നമുക്ക് മക്രോണി ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ഫുള്ള് കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.